നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകണം നോക്കിയോളൂ. Dates and events. Which dates to be considered as important in the history? Method of periodization. What is colonial? Sources of history and issues related to it. ഞാൻ അധികം സംസാരിക്കാൻ നേരെ കൺസെപ്റ്റിലേക്ക് കിടക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ നോക്കിക്കോളും, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ തലവേനുള്ള സാധനം ഡേറ്റ്. എല്ലാവരും ആലോചിക്കും എന്തിനാ ഈ ഡേറ്റ് പറയേണ്ട ആവശ്യം, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോക്കൂ, ഞാൻ എന്താന്ന് പറഞ്ഞു കാണിച്ചു തരാം. നോക്കൂ, ഇത് വേൾഡാണ്, ഇത് ഇന്ത്യ എന്ന് വിചാരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾക്ക് അറിയാം 1947 ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് 1950. ഓക്കെ, ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇപ്പൊ ലെറ്റ്സ് ഇമാജിൻ ഈ 1947 മുമ്പോ പുറകോ ആയിട്ട് ലെറ്റ്സ് ഇമാജിൻ ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായെന്ന് വിചാരിക്കും. ലെറ്റ്സ് ഇമാജിൻ ഒരു USA എന്ന് വിചാരിക്കും. USA ഒരു ഇൻസിഡന്റ് അത് 1947 മുമ്പ്. ഇത് ലെറ്റ്സ് ഇമാജിൻ ഇതൊരു ഫ്രാൻസ് ആണെന്ന് വിചാരിക്കും. ഫ്രാൻസ് ആണെന്ന് വിചാരിക്കും. ഫ്രാൻസിൽ 1947 ശേഷം എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റും നമ്മുടെ ഭരണഘടന പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ പർട്ടിക്കുലർ രണ്ട് ഡേറ്റ്സ് ഇല്ലാതെ. കാരണം ഈ പർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാൻ, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന US ഫ്രാൻസിലാണെങ്കിലും എന്ത് എപ്പോ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ ഡേറ്റ് ഇല്ലാതെ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്കത് പോസിബിൾ അല്ല. അപ്പൊ ഒരു ഇവന്റ് ഉണ്ടാകുന്നു, ആ ഇവന്റിന്റെ ഡെവലപ്മെന്റ്സുകൾ ഓരോരോ കാലഘട്ടത്തിൽ എന്തെല്ലാം ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായി, അത് എന്തിനെല്ലാം ഡിപ്പെൻഡന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പലപ്പോഴും ഈ ഡേറ്റുകൾ പല ഇൻസിഡൻസിനും സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ കൃത്യമായ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഇവന്റ്സുകൾ രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഒന്ന് ഡേറ്റ് സെൻട്രിക് ആയിട്ട്, മറ്റത് ഇവന്റ് സെൻട്രിക് ആയിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ വേണമെങ്കിൽ ഇത് രണ്ടിലും ചെയ്യാം, പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടുവന്നിട്ടുള്ളത്. നോക്കിയേ, ഹൗ ഇമ്പോർട്ടന്റ് ആർ ദ ഡേറ്റ്സ്. ഡേറ്റ്സ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു. ഇൻ ഹിസ്റ്ററി ഡേറ്റ് ഇംപ്ലൈസ് സം ഇമ്പോർട്ടന്റ് ഇവന്റ്സ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ്. And this date helps to compare the events based on the date. അപ്പൊ അതിന് ശേഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പിൻപോട്ടുള്ള പല ഇവന്റ്സുകളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഡേറ്റുകൾ നമ്മളെ സഹായിക്കുന്നു. And the developments ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. And the developments of the events, because these development may have connection or inspired by other events. കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിന്റെ ഭരണഘടന എഴുതുമ്പോൾ ലോകത്ത് നമ്മൾ പല ഇൻസിഡൻസ് ആയിട്ടും അതിന് ബന്ധം ഉണ്ടാവും. Events happen all over the world wide in the same time period. So the date will help to study the change ആൻഡ് ഡെവലപ്മെന്റ്സ് ഓഫ് ദാറ്റ് ഇവന്റ്സ്. അപ്പൊ ആ ഇവന്റുകളുടെ ഡെവലപ്മെന്റ്സുകളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? ഡേറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളുടെ ബുക്കിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, ഹിസ്റ്ററി ഓഫ് ടീ ശരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന സാധനമല്ല. ഇംഗ്ലീഷുകാർ നമ്മുടെ ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അത് കാലക്രമത്തിൽ പല പല രീതിയിൽ, ആദ്യം അത് അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ അത് ഏത് കൊച്ചു കുടിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും ഏത് മുക്കിലും മൂല ചെന്നാലും എന്ത് കാണാൻ പറ്റും? നമുക്ക് ചായക്കട കാണാൻ പറ്റും. അതുപോലെ തന്നെ റെയിൽവേ അവരുടെ ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറെ സാധനങ്ങളായിരുന്നു, വളരെ ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് ആ റെയിൽവേ ഡെവലപ്പ് ചെയ്ത് എന്തൊക്കെയായി മാറി. അതുപോലെ തന്നെ പേപ്പർ വളരെ ദുർലഭമായ രീതിയിലും മാത്രമേ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്നുള്ളൂ. പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ഏത് മുക്കിലും മൂലയിലും നോക്കിയാൽ പേപ്പർ കാണാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പൊ ആ ഡേറ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ് ആൻഡ് പീരീഡ്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡേറ്റും പീരീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നോക്കൂ,
ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ഡേറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് സംതിങ്. എന്തിൻ്റെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ബട്ട് വി cannot സേ എക്സാക്ട് ദ ഡേറ്റ് ഇറ്റ്സ് പ്രോസസ് ഓർ ഹൗ ദ പീപ്പിൾ accept it. We only say the ടൈം പീരീഡ് ഓഫ് ദ പ്രോസസ് ഓർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. കാരണം ചില ഒരു സംഭവം ഉണ്ടാവുന്നു. ഉദാഹരണത്തിന് എന്തെന്നാണ് ടീ തന്നെ. ടീ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ അതുമ്മ ഉണ്ടാകുന്ന പല ചേഞ്ചുകളും നമുക്ക് എന്തിനാ പറയാൻ പറ്റുള്ളൂ, ഒരു പീരീഡ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റിൽ ഇന്ന സംഭവിച്ചു. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഓക്കെ കുറെ നമ്മുടെ സമൂഹത്തിലുള്ള കുറെ ആൾക്കാർ ടീ യൂസ് ചെയ്യാൻ തുടങ്ങി. അല്ല, അത് ഗ്രാജുവലി നോക്കുക. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റ് എടുത്ത് നോക്കെ ഇന്ന ഡേറ്റിൽ ടീ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അവിടെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഓക്കെ അത്യാവശ്യം ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ 10 കൊല്ലം കഴിയുമ്പോൾ ഓക്കെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ പർട്ടിക്കുലർ ഡേറ്റിലല്ല സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് അടുത്ത പോർഷൻ തന്നു. അടുത്ത പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. വിച്ച് ഡേറ്റ് ടു ബി കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻ്റ് ഹിസ്റ്ററി. എന്താണ് ഹിസ്റ്ററിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കിക്കോളൂ. ഡേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇവന്റ്സ്. ഇൻ ദ സെയിം ഡേറ്റ് ഇൻ ദ വേൾഡ് വൈഡ് ഡിഫറെന്റ് ഇവന്റ്സ് ആർ ഹാപ്പനിങ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ വേൾഡിൽ ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചു. സോ ഇറ്റ് ഈസ് പർട്ടിക്കുലർ. So in a particular date, which event you are going to focus? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ വേൾഡിൽ ഇപ്പോൾ ലെറ്റ്സ് ഇമാജിൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളെ സംബന്ധിച്ചോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റുള്ള സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനായിരിക്കും? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനാണ്. നിങ്ങൾ ജനിച്ചു എന്നുള്ള ഒരു ഇൻസിഡന്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ എന്താ പറയണ ഇത് തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ വേറൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അത് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏത് പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ആയിരിക്കും ഡേറ്റും അവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റും. ഇപ്പൊ ഇവിടെ വേറെ എക്സാമ്പിൾ പറയണ്ടേ. ഇന്ത്യൻ ഹിസ്റ്ററി റിട്ടൺ ബൈ ദ ബ്രിട്ടീഷേഴ്സ്. അപ്പൊ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാകുന്ന ഇന്ത്യൻ ഹിസ്റ്ററി എന്തിനെ ബേസ് ചെയ്തിരിക്കും? ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റ്സുകളെ കുറിച്ചിട്ടായിരിക്കും അവരുടെ ഹിസ്റ്ററിയിൽ അതിന്റെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. മേ കൺസിഡർ ദ ടൈം ഓഫ് ഗവർണർ ജനറൽസ് ഓഫ് ബ്രിട്ടീഷ് ഈസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ടൈം. വെച്ചാൽ ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്യണ ഇന്ത്യക്കാരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തിനാണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആരുടെയൊക്കെ കാലം തുടങ്ങി? വാറൻ ഹേസ്റ്റിംഗ് ടു ലോർഡ് മൗണ്ട് ബാറ്റൺ. കണ്ട, അവിടം വരെയുള്ള കാലഘട്ടത്തിലാണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. പക്ഷെ ഇന്ത്യക്ക് ഹിസ്റ്ററി ഇല്ലേ? അതിക്ക് മുന്നും അതിന് ശേഷവും ഇല്ലേ? ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ വ്യൂവിൽ അവർ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. പക്ഷെ നമ്മുടെ വ്യൂവിൽ അതാണോ? അല്ല, നമ്മുടെ വ്യൂവിൽ അത് ഡിഫറെന്റ് ആണത്. അപ്പൊ വ്യൂ മാറുന്നതനുസരിച്ചിട്ട് എന്താണ് ഹിസ്റ്ററിയുടെ ടൈമും കാര്യങ്ങളൊക്കെ മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വൈ ആൻഡ് ഹൗ ദ പീരിയഡൈസ് ദ ടൈം പീരീഡ്. ടൈമിന് നമ്മൾ എങ്ങനെയാണ് പീരിയഡൈസേഷൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് ആയിട്ട്. വേർ വി ക്യാൻ ഫൈൻഡ് ദിസ് ഡിസ്റ്റിങ് ചേഞ്ച്. എവിടെയാണോ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡിനെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ പീരിയഡൈസ് ചെയ്യണത് ഇൻറ്റു 3 ആണ്. എങ്ങനെ, ഏതൊക്കെ രീതിയിൽ നോക്കണ്ടെന്ന് നോക്കിയേ. ഇന്ത്യൻ ഹിസ്റ്ററി വാസ് പീരിയഡൈസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഓൺ ദ ബേസിസ് ഓഫ് ഗവർണർ ജനറൽസ്. ഗവർണർ ജനറൽസിന്റെ ബേസിലാണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററിനെ പീരിയഡൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യ ഫ്രം വാറൻ ഹേസ്റ്റിംഗ് ടു ലോർഡ് മൗണ്ട് ബാറ്റൺ. ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി വേറൊരു പീരിയഡൈസേഷൻ ഉള്ളത് എന്തെന്നാ പറയുന്നത്? ഇൻ ദ ബുക്ക് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ 1817 ബൈ ജെയിംസ് മിൽ, എ സ്കോട്ടിഷ് എക്കോണമിസ്റ്റ് ആൻഡ് എന്നാണ് ഇത് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫർ. ഹി ഡിവൈഡ് ദ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻറ്റു 3 പാർട്സ്. എന്താണ്? ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ accept
it, but where the problem is related periodization of the genes. അപ്പൊ ഇവിടെ പറയണത് കുറച്ച് ആൾക്കാരുകൾ ഇത് കുറെ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹി ഡിവൈഡ് ദ time on the basis of religious, because he periodized into Hindu, Muslim and Christian. ഇങ്ങനെ 3 ഇതായിട്ടാണ് അയാള് അതിന് തരുന്നത്. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് എന്തായിട്ടാ പറയുന്നത്, ക്രിസ്ത്യൻ ഇതായിട്ടാ പറയുന്നത്, ക്രിസ്ത്യൻ റിലീജിയൻ ആയിട്ടാണ്, ക്രിസ്ത്യൻ റിലീജിയൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റിഫൈഡ്, അത് ജസ്റ്റിഫൈ ആകുന്നില്ല. എന്താണ്, വേർ ദ varieties of religion coexisted in the period of the different periodized. അപ്പൊ പല കാലഘട്ടങ്ങളിൽ, ഇപ്പൊ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം കാലഘട്ടത്തിലാണെങ്കിലും ഇന്ത്യയിൽ എന്തായിരുന്നു ഒന്ന്, ആ കാലഘട്ടത്തിൽ വേറെ കുറെ ജാതികളും റിലീജിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് മുസ്ലിം പീരീഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ക്രിസ്ത്യൻ പീരിയഡൈസേഷൻ ആണെങ്കിലോ അപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ? അത് ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അത് മുഴുവനായിട്ട് ഹിന്ദു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ പല ബൗണ്ടറികളിലും വേറെ ഹിന്ദു അല്ലാത്ത വേറെ കുറെ ജാതികളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റിലീജിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഒരു പീരിയഡൈസേഷൻ കറക്റ്റ് അല്ല അത്. അപ്പോ നമുക്ക് ആ പീരിയഡൈസേഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തു പോണത്, സമയമില്ലാത്തതുകൊണ്ടാണ്. സോ ഇന്ത്യൻ ഹിസ്റ്ററി വാസ് ഡിവൈഡഡ് ഇൻടു ഏൻഷ്യന്റ്, മിഡീവിയൽ, മോഡേൺ. ശരിക്കും പറഞ്ഞാൽ വേൾഡിനെയും ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഏൻഷ്യന്റും മോഡേണും മിഡീവിയലും മോഡേൺ. ശരിക്കും ആക്ച്വലി മിഡീവിയൽ എന്ന് പറയുന്നത് വേൾഡ് വൈഡ്ലി 500 മുതൽ അല്ലെങ്കിൽ CE കോമൺ എറ 500 മുതൽ 1500 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ വിളിക്കുക മിഡീവിയൽ പീരീഡ്. ഈ മിഡീവിയൽ പീരീഡിലാണ് റോമൻ എംപയർ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത്, എന്തൊക്കെ ഈസ്റ്റേണും വെസ്റ്റേൺ ആയിട്ട്. എന്നിട്ട് അതിനകത്ത് ഈസ്റ്റേൺ റോമൻ എംപയർ, പിന്നെ വെസ്റ്റേൺ റോമൻ എംപയർ പെട്ടെന്ന് തന്നെ ഡൈല്യൂട്ട് ആയിപ്പോയി. പക്ഷേ ഈസ്റ്റേൺ റോമൻ എംപയർ പിന്നെയും ഒരു 1000 വർഷം കൂടെ എക്സിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1500 ആവുമ്പോഴാണ് ഈസ്റ്റേൺ റോമൻ എംപയർ അവസാനിക്കുന്നത്. ഓട്ടോമൻ എംപയർ റോമൻ എംപയറിനെ ആക്രമിച്ച് അവസാനിപ്പിക്കുന്നതോടുകൂടിയാണ് എന്താ പറയുക ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ കാലഘട്ടം അവസാനം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, മീഡീവിയൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ ടൈം പീരീഡിന് ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ പറയുന്നത് 700 തുടങ്ങി 1750 വരെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ്. ഏകദേശം ഇതിന് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഒരു മിഡീവിയൽ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ ഹിസ്റ്ററിന് അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, രണ്ടാക്കി കൺസിഡർ ചെയ്തു. എന്തൊക്കെ, 3ആയിട്ട് കൺസിഡർ, ഏൻഷ്യന്റ്, മിഡീവിയൽ, മോഡേൺ. പക്ഷെ അപ്പൊ വേറൊരു കുറച്ച് പ്രശ്നങ്ങൾ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർ മോഡേൺ ടൈം പീരീഡ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് എ കൊളോണിയൽ പീരീഡ്, ബിക്കോസ് നമ്മൾ ഇതിനെ കൊളോണിയൽ പീരീഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് we can find socialism, fraternity, democracy. ഈ പറയുന്ന സാധനങ്ങൾ മുഴുവനും നമുക്ക് കിട്ടുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് നമുക്ക് ഒരിക്കലും എന്തായിട്ട് നമ്മുടെ ഓൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓൺ മോഡേൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വന്ന വഴി എങ്ങനെയാണ്, കോളനൈസേഷനിൽ കൂടെയാണ് നമുക്ക് ആ സാധനം കിട്ടുന്നത്. These are the concepts adopted from the Western countries. So there was a conflict of ideas which was adopted from the British and the Western. So Indian modern periodization is called colonial period. അപ്പോൾ നമ്മുടെ ഈ മോഡേൺ പീരീഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കൊളോണിയൽ പീരീഡ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് 3 പീരിയഡൈസേഷൻ ഉള്ളത്. എന്താണ്, ഏൻഷ്യന്റ്, മിഡീവിയൽ ആൻഡ് മോഡേണിന് പകരം എന്താണ്, കൊളോണിയൽ. വേൾഡിൽ എന്താണ്, മോഡേൺ ഉള്ളത്. എന്താണ് ഈ കാലഘട്ടത്തിലേക്കുള്ള പ്രത്യേകത എന്നാൽ, ഈ മിഡീവൽ പീരീഡിൽ മെയിൻ ആയിട്ട് നടന്നത് റീജിയണൽ കിങ്ങുകൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, വലിയ മൈഗ്രേഷൻസ് നടക്കുന്നു, എംപയേഴ്സ് ഉണ്ടാവുന്നു, റോമൻ എംപയർ അങ്ങനെ ഇങ്ങനെയുള്ള എംപയർമാരുണ്ടാവുന്നു. ഇതൊക്കെയാണ് ഈ മിഡീവിയൽ പീരീഡിൽ നടന്നത്. മോഡേൺ പീരീഡിലേക്ക് കടക്കുമ്പോൾ വേൾഡിലും ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ് നമുക്ക് എന്താ പറയുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ, സാധനങ്ങളുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നു.
പിന്നെ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടാവുന്നു, മോഡേൺ വാർഫെയർസ് ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് മോഡേൺ പീരീഡ്സിലാണ്. ഏൻഷ്യൻ പീരീഡ്സിൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണുള്ളത്. പ്രോപ്പറായിട്ട് ക്ലോത്തിങ്സ് ഇല്ല, മോഡേണൈസ് ഇതില്ല, എന്താ പറയാ, നമ്മൾ സിവിലൈസ്ഡ് അല്ല, അൺസിവിലൈസ്ഡ് കൾച്ചേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഏൻഷ്യൻ പീരീഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈനലി ഇന്ത്യൻ ഹിസ്റ്ററി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്: ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, കൊളോണിയൽ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൊളോണിയൽ പീരീഡിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. കൊളോണിയൽ പീരീഡിനെ കുറിച്ചിട്ട് ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിൽ വന്നു, എങ്ങനെയാണ് അവർ ഇന്ത്യനെ കോളനി ആക്കിയത്, കുറച്ച് ഡീറ്റെയിലേക്ക് പോകാനുണ്ട്. വാട്ട് ഈസ് കൊളോണിയൽ പീരീഡ്? ബ്രിട്ടീഷ് കം ടു ഇന്ത്യ. അവർ ആദ്യം ഇന്ത്യയിൽ വരുന്നു. കോൺകേർഡ് ദ നവാബ്സ് ആൻഡ് രാജാസ്. രാജാക്കന്മാരെയും ഇവരെയും എന്താണ് നവാബുമാരെയും. ചില രാജാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഭാഗത്തിനെയാണ്. സൗത്ത് ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ പാർട്സിലേക്കുള്ള രാജാക്കന്മാര്. നവാബുമാരുണ്ടായിരുന്നു. മുഗൾ എംപയറിന്റെ അവസാനത്തോടെയാണ് നവാബുമാരൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നവാബുമാരെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിരുന്നു. കുഞ്ഞു കുഞ്ഞു രാജ്യം മെയിനായിട്ട് ഉണ്ടായിരുന്ന മറാത്തയും മുഗൾമാരാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരെ ഇവരെ ആക്രമിച്ച് കീഴടക്കുന്നതോട് കൂടിയാണ് ബ്രിട്ടീഷുകാർ പ്രബലമായിട്ട് ഇന്ത്യയിൽ അവരുടെ സ്വാധീനം ചെലുത്താത്തത്. അങ്ങനെയാണ് ബ്രിട്ടീഷ് റൂള് നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് റൂൾ ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അവരുടെ റൂളിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ജസ്റ്റ് ഒന്നും കൂടെ നോക്കാൻ എന്താണെന്നുള്ളത്. ബ്രിട്ടീഷ് സബ്ജുഗേറ്റഡ് ദ ലോക്കൽ. സബ്ജുഗേറ്റ് എന്താണ്? പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ലോക്കലായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ദ എസ്റ്റാബ്ലിഷ് ദ കൺട്രോൾ ഓവർ ദ എക്കോണമി ആൻഡ് സൊസൈറ്റി. സൊസൈറ്റിയുടെയും എക്കോണമിയുടെയും പുറത്ത് അവർ കൺട്രോൾ നടത്തി. എന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരാഗതമായ പല കാര്യങ്ങളിലും അവർ കൺട്രോൾ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ എക്കോണമി, നമ്മൾ എന്ത് തിന്നണം, എങ്ങനെ തിന്നണം, എപ്പോൾ തിന്നണം എന്നൊക്കെ തീരുമാനിക്കാൻ ആര് തുടങ്ങി? ബ്രിട്ടീഷുകാർ തുടങ്ങി. എന്നാലേ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവർ എക്സ്പ്ലോയിറ്റേഷൻ വന്നത്. ദേ ബ്രോട്ട് ദ ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ടേസ്റ്റ് ആൻഡ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസ്. നമ്മുടെ വാല്യൂകളിൽ, നമ്മുടെ എന്താ പറയുക, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, നമ്മുടെ മതപരമായ പല ചടങ്ങുകളിലും എല്ലാത്തിലും അവർ ചേഞ്ച് കൊണ്ടുവന്നു. പിന്നെ ടേസ്റ്റുകളിൽ അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ സിഗരറ്റും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല, നമ്മളുടെ ചായ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സാധനങ്ങളും അവരെന്ത് ചെയ്തു നമ്മുടെ നാട്ടിലുണ്ട്. കസ്റ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ പാന്റും ഷർട്ടും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല, ധോത്തീസാണ് ഉണ്ടാകുക. പാന്റും ഷർട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രാക്ടീസ്, ക്രിസ്ത്യൻ പ്രാക്ടീസ്, അങ്ങനെ പല പ്രാക്ടീസുകളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്ത് നമ്മളെ മാറ്റുകയും നമ്മളെ സബ്ജുഗേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇൻ ദ സെൻസ് ഇന്ത്യ ഈസ് ചേഞ്ച് ടുവേർഡ്സ് ദ ബ്രിട്ടീഷ് കൾച്ചർ. നമ്മൾ ശരിക്കും പറഞ്ഞ ബ്രിട്ടീഷ് കൾച്ചർ, നമുക്കൊരു എന്താ പറയണ, ഒരു ബ്രിട്ടീഷുകാർ പറയാറുണ്ട് എന്താ പറയാ, അവര് രക്തത്തിൽ നമ്മൾ ഇന്ത്യക്കാരും ചിന്തയില് ആരായിരിക്കണം? ബ്രിട്ടീഷുകാരായിരിക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ചില ബ്രിട്ടീഷുകാരോട് ഒരു നമുക്കൊരു എന്താ പറയണ, ഒരു ബയാസുള്ള ജനതയാണ് അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത്. ഇൻസ്റ്റെഡ് എന്താ പറയുന്നത്, ടുവേർഡ്സ് ദ ബ്രിട്ടീഷ് കൾച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ ബ്രിട്ടീഷ് കൾച്ചറാണ് നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. സോ സബ്ജുഗേഷൻ ഓഫ് ദ കൺട്രി ബൈ അനദർ കൺട്രി ഈസ് കോൾഡ് കൊളോണൈസേഷൻ. അപ്പോൾ ഒരു രാജ്യത്തിനെ പേടിപ്പിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടൊക്കെ ഒരു ഭരണം നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊളോണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇനി അടുത്ത പറഞ്ഞത്? സോഴ്സസ് ഓഫ് ഹിസ്റ്ററീസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇറ്റ്. നമ്മുടെ ഈ പറയുന്ന എസ്പെഷ്യലി ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ എങ്ങനെയാണ് നടന്നത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തു പോകുന്നത്, അതുകൊണ്ട് സോറി. നോക്കൂ, അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസ് റെക്കോർഡ്സ്. ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നടത്തുമ്പോൾ പല റെക്കോർഡ്സുകളും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ റെക്കോർഡ്സിൽ തന്നെയാണ് നമുക്ക് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള പല ഡീറ്റെയിൽസുകളും കിട്ടുന്നത്. ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ഒഫീഷ്യൽ റെക്കോർഡ്സ് എന്തൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൂഡ് എവറി ഇൻസ്ട്രക്ഷൻ, പ്ലാൻ, പോളിസീസ്, എഗ്രിമെന്റ്സ്, ഇൻവെസ്റ്റിഗേഷൻസ് ഹാഡ് ടു ക്ലിയർലി റൈറ്റ് അപ്പ്. എന്നുവെച്ചാൽ ഈ വക സാധനങ്ങളെല്ലാം വളരെ
കൃത്യമായിട്ട് അവന്മാർ എന്ത് ചെയ്യുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഇമ്പോർട്ടൻറ്റ് ലെറ്റേഴ്സ്, ഡോക്യുമെന്റ്സ്, ഇൻസ്ട്രക്ഷൻസ്, റിപ്പോർട്ട്സ് were carefully preserved in the record rooms were attached to the administrative institutions, specialized institutions like archives and museums. അപ്പൊ എവിടെയൊക്കെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നത്? സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആർച്ചീവ്സ് പോലത്തെ സാധനങ്ങൾ, എന്തെന്നാ മ്യൂസിയം, പിന്നെന്താ പറയണ റെക്കോർഡ് റൂംസ്, ഇവിടെയൊക്കെയാണ് ഈ വക സാധനങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ സാധനങ്ങൾ ഈ പറയുന്ന എന്താണ് ഇൻസ്ട്രക്ഷൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, എഗ്രിമെന്റ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അവന്മാർ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എസ്റ്റാബ്ലിഷ് ടു പ്രിവെന്റ് പ്രിസർവ് ദ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ്. ഇതെല്ലാം അവർ എന്തിനാ ചെയ്തിരുന്നത്? ഈ റെക്കോർഡ്സ് എല്ലാം പ്രിസർവ് ചെയ്യുക, ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ ഈ പറഞ്ഞ ആർച്ചീവ്സ്, മ്യൂസിയംസ്, റെക്കോർഡ് റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. ദീസ് ഡോക്യുമെന്റ്സ് വെർ കെയർഫുള്ളി കോപ്പീഡ് ബൈ ദ ഗുഡ് കാലിയോഗ്രാഫ്സ് ആസ് വെർ നോ കോപ്പി മെഷീൻസ്. വെച്ചാൽ ഇതെല്ലാം പിന്നീട് എന്താണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാരുകൾ കറക്റ്റായിട്ട് കോപ്പി ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തത്? ആസ് ദേ വർ കോപ്പി മെഷീൻസ്. ഇന്നത്തെ പോലത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ് ഒന്നും ഇല്ലാത്തിരുന്ന കാലഘട്ടത്തിൽ അത് എങ്ങനെ ചെയ്തിരുന്നത്? ഈ രീതിയിലാണ് അത് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷനിലേക്ക് പഠിക്കാനുള്ളത്. ഞാൻ വളരെ ഫാസ്റ്റാണ് എടുത്തു പോയിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. ഓക്കെ, ബൈ ബൈ.